പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഷെക്കൈന അമേരിക്കാസിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചതിന് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്കേവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഞാൻ ആശംസിക്കുന്നു. ഞാനൊരു ഇടവക പള്ളിയിൽ ധ്യാനപ്രസംഗ മധ്യേ ചോദിച്ചു, യേശുക്രിസ്തു വീണ്ടും വരും എന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് കൈപൊക്കാൻ. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് കൈപൊക്കിയത്. നമ്മൾ ഓരോ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നതാണ്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവൻ വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ഇത് വിശ്വസിക്കുന്നുണ്ടോ? അതേക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമുക്ക് എന്തുമാത്രമുണ്ട്? കത്തോലിക്ക സഭയുടെ കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് CCC 668 മുതൽ 682 വരെയുള്ള പാരഗ്രാഫ്സ് ഈ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇതൊന്നും ഗൗരവമായിട്ടെടുക്കുന്നില്ല. പുതിയ തലമുറയോട് പറഞ്ഞാൽ അവർ പറയും, അത് സഭയല്ലേ പറയുന്നത്, യേശുക്രിസ്തു അല്ലല്ലോ പറഞ്ഞത്. എന്നാൽ യേശുക്രിസ്തു തന്നെ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വചനങ്ങളിൽ ഈശോ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനായിട്ട് പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഇത്ര വ്യക്തമായിട്ട് യോഹന്നാൻ ശ്ലീഹ അത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 21:22 യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം പത്രോസിനെ തൻ്റെ സഭയുടെ തലവനാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് പറയുമ്പോൾ യോഹന്നാൻ ശ്ലീഹായെ കുറിച്ച് പത്രോസ് ശ്ലീഹ ചോദിക്കുന്നുണ്ട്, ഇവനെക്കുറിച്ച് എന്താണ്? അപ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ വീണ്ടും വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതം, എങ്കിൽ നിനക്കെന്ത്? അപ്പോൾ ഞാൻ വീണ്ടും വരുമെന്ന് അവിടെ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 18:8 നമ്മളിങ്ങനെ വായിക്കുന്നു, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്കാസ്ലീഹായും ഈശോ പറഞ്ഞ ഈശോ വീണ്ടും വരുമെന്ന കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കാൻ. സുവിശേഷകനായ വിശുദ്ധ മത്തായി ഇതിനെക്കുറിച്ച്, ഈശോയുടെ പുനരാഗമനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായം മുഴുവൻ ഈശോ വീണ്ടും വരുന്നതിനെക്കുറിച്ചാണ്. മത്തായി 24:30 നമ്മളിങ്ങനെ വായിക്കുന്നു, അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ ആഗതനാകുന്നത് നിങ്ങൾ കാണും. ഈശോ തന്നെയാണത് പറഞ്ഞത്. ഇനിയും ഈശോയുടെ പുനരാഗമനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യങ്ങൾ വരണമെങ്കിൽ ആ മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങൾ ഒന്ന് വ്യക്തമായിട്ട് വായിച്ചാൽ മതി. ഇനി ഈശോയ്ക്ക് ശേഷം ആദിമസഭയുടെ വിശ്വാസം എന്തായിരുന്നു? ഈശോ സ്വർഗാരോഹണം ചെയ്യുന്നത് നോക്കി നിന്ന അപ്പസ്തോലന്മാരുടെ പക്കലേക്ക് 2 ദൈവദൂതന്മാർ ഇറങ്ങി വന്നുകൊണ്ട് അവരോട് ചോദിച്ചു, അല്ലയോ ഗലീലിയരെ, നിങ്ങളെന്താണ് ആകാശത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? നിങ്ങളുടെ കർത്താവായ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവിടുന്ന് വീണ്ടും വരും. ആദിമസഭയുടെ വിശ്വാസം അതായിരുന്നു. അവർക്ക് ആദിമസഭയിൽ വലിയ പീഡനങ്ങൾ ഉണ്ടായപ്പോഴും അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് യേശു വീണ്ടും വരും, തങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകാൻ എന്ന ആ വിശ്വാസമായിരുന്നു. ആദ്യത്തെ മാർപ്പാപ്പയായിരുന്ന പത്രോസ് ശ്ലീഹ തൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 7 വചനത്തിൽ പറയുന്നു, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ
നിങ്ങൾക്ക് സ്തുതിക്കും മഹത്വത്തിനും കാരണമാകും. ഈ വാക്കുകൾ കൊണ്ടായിരുന്നു ആദിമസഭയെ അപ്പസ്തോലന്മാർ ശക്തിപ്പെടുത്തിയിരുന്നത്. ഈശോയുടെ പുനരാഗമനത്തിലുള്ള പ്രത്യാശ. യോഹന്നാൻ ശ്ലീഹ 1-ാം ലേഖനം 3-ാം അധ്യായം 2-3 വചനത്തിൽ പറയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നമ്മളും അവനെ പോലെയാകും. അവനായിരിക്കുന്നത് പോലെ നമ്മൾ അവനെ കാണുകയും ചെയ്യും. എത്ര ശക്തമായ പ്രത്യാശയായിരുന്നു ഈശോയുടെ പുനരാഗമനത്തെക്കുറിച്ച് ആദിമ സമൂഹത്തിന്, ആദിമ ക്രൈസ്തവ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. ഈശോയുടെ കാലഘട്ടത്തിലായിരുന്നില്ല പൗലോസ്ലീഹ ജീവിച്ചിരുന്നത്. എന്നാലും ആദിമസഭയിൽ അപ്പസ്തോലൻ എന്ന് വിളിക്കപ്പെടുന്ന പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായം 16 വചനത്തിൽ പറയുന്നു, അധികാരപൂർണമായ ആജ്ഞാവചനം പുറപ്പെടുകയും പ്രധാന ദൂതന്റെ ശബ്ദമുയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്നത് നിങ്ങൾ കാണും. നമ്മൾ ഈ പ്രത്യാശ കൊണ്ട് നമ്മളെ തന്നെ ശക്തിപ്പെടുത്തേണ്ട ഒരു സമയമാണിത്. ഇതാ പൗലോസ്ലീഹ ഹെബ്രയർ 9:28 ആവർത്തിച്ച് പറയുന്നു, അവൻ വീണ്ടും വരും, പാപപരിഹാരാർത്ഥമല്ല, തന്നെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടി. അങ്ങനെ നമ്മളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും നിത്യരക്ഷയ്ക്കു വേണ്ടി ഈശോ വീണ്ടും വരും എന്ന ആ പ്രത്യാശയായിരിക്കട്ടെ നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തെ നങ്കൂരമിട്ട് ഉറപ്പിച്ചു നിർത്തുന്നത്. 2000-ഓളം സംവത്സരങ്ങളായില്ലേ, ഇനിയും ഇതിൽ എങ്ങനെ വിശ്വസിക്കും എന്ന് നമ്മൾ ഒരു പക്ഷേ ചോദിക്കാം. അതിന് ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ്ലീഹ നൽകുന്ന ഉത്തരം 2 പത്രോസ് 3:8, കർത്താവിൻ്റെ ഒരു ദിവസം നമ്മുടെ 1000 ദിവസങ്ങൾ പോലെയും നമ്മുടെ 1000 ദിവസങ്ങൾ കർത്താവിന് ഒരു ദിവസം പോലെയുമാണ്. അപ്പോൾ നമ്മൾ 2000 വർഷമായി എന്ന് പറയുമ്പോൾ കർത്താവിന് 2 ദിവസമേ ആയിട്ടുള്ളൂ എന്ന് സാരം. പലരും ചിന്തിക്കുന്നത് പോലെ അവിടുന്ന് കാലതാമസം വരുത്തുന്നത് അവിടുന്ന് നമ്മളോട് ദീർഘക്ഷമ കാണിക്കുന്നത് കൊണ്ടാണ്. പെട്ടെന്ന് ഈ യുഗാന്ത്യം സംഭവിച്ചാൽ ആത്മാക്കൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് ഓർത്ത് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുകയാണ്. 1 കൊറിന്തോസ് 13:13 പൗലോസ്ലീഹ പറയുന്നു, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. അപ്പോൾ നമുക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ആണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണമാകുന്നത്. അത് നമുക്ക് നൽകുന്ന നിത്യജീവനിലുള്ള പ്രത്യാശയാണ് നമുക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുന്നത്. അവസാനം നമ്മുടെ സ്നേഹമാണ്, ദൈവത്തോടും അയൽക്കാരോടുമുള്ള സ്നേഹമാണ് അന്ത്യവിധിക്ക് നമ്മളെ അർഹരാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ഈ പ്രത്യാശ, യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിലുള്ള പ്രത്യാശയിൽ നമുക്ക് മുറുകെ പിടിക്കാം. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, മരിച്ചവരൊക്കെ ഇപ്പോഴെവിടെയാണുള്ളത്? ഞാൻ ചരമവാർഷികമായിരുന്ന ഒരു ഭവനത്തിലേക്ക് വൈകുന്നേരം കടന്നു ചെല്ലാൻ സാധിച്ചു. അപ്പോൾ ഉച്ചക്കത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് അവർ ചില ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഗെയിം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്നാൽ നമുക്ക് ഒരു ഗെയിമും കളിക്കാം. അപ്പോൾ അവർ താല്പര്യപൂർവ്വം സമ്മതിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നമ്മുടെ മരിച്ചവർ ഇപ്പോഴെ എവിടെയാണ്? അവരും ചരമവാർഷികം കഴിഞ്ഞ അവരുടെ പിതാവിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ പ്രായമായവർ പറഞ്ഞു, ഇന്നത്തെ പോലെ ഞങ്ങളുടെ കാലത്തൊന്നും ഇങ്ങനെ വേദപാഠമൊന്നും സൺഡേ സ്കൂളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കറിയില്ല. എന്നാൽ കാത്തലിക് സ്കൂളിൽ പഠിച്ച ഒരു മുതിർന്ന വ്യക്തി ഉടനെ ഉത്തരം പറഞ്ഞു, അവരെല്ലാം സ്വർഗത്തിലാണ് എന്ന്. എന്നാൽ എന്താണ് ഈശോ പറഞ്ഞത്? ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ അന്ത്യനിമിഷങ്ങളിൽ നല്ല കള്ളനോട് പറഞ്ഞു, ലൂക്കാ 23:43, നീ ഇന്ന് എന്നോടുകൂടെ സ്വർഗത്തിലായിരിക്കും എന്നല്ല പറഞ്ഞത്, എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഈശോ അന്ന് സ്വർഗത്തിലേക്ക് കരേറിയില്ല.
മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് മഗ്ദലന മറിയത്തോട് പറയുന്നുണ്ട്, നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക, എന്തെന്നാൽ ഞാൻ ഇതുവരെ സ്വർഗത്തിലേക്ക് കരയേറിയിട്ടില്ല. അപ്പോൾ ഈശോ എങ്ങോട്ടാണ് പോയത്? പറുദീസ എന്ന് നമുക്ക് പറയാം. വീണ്ടും മറ്റൊരു പേരിൽ കൂടി വിശുദ്ധ ഗ്രന്ഥം ഈ സ്ഥലത്തെ അറിയിക്കുന്നുണ്ട്. അതായത് സ്വർഗത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു സ്ഥലം. അന്ത്യവിധി നാളില് എല്ലാവരും സ്വർഗത്തിലേക്ക് ഈശോ കൂട്ടിക്കൊണ്ടു പോകുന്നത് വരെ ആത്മാക്കളെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. അതിനെക്കുറിച്ച് ലാസറിന്റെയും ധനികന്റെയും ഉപമയില് ലൂക്കാ 16:22 നമ്മൾ ഇങ്ങനെ കാണുന്നു, ലാസർ മരിച്ചു, ദൈവദൂതന്മാർ അവനെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നല്ല. പിന്നെയോ ദൈവദൂതന്മാർ അവനെ അബ്രാഹമിന്റെ മടിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാ പറയുന്നത്. അപ്പൊ ഈ പറുദീസ, അബ്രഹാമിന്റെ മടി എന്നൊക്കെ പറഞ്ഞ് ഈശോ പരിചയപ്പെടുത്തിയിരിക്കുന്നത് സ്വർഗത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണത്തില് നമ്മൾ ചെല്ലുന്നൊരു കാര്യമാണ്, മരിച്ച് അടക്കപ്പെട്ട് അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി എന്നുള്ളത്. ഏതാണ് ഈ പാതാളം? അത് നരകമല്ല. കാരണം നരകത്തിൻ്റെ വാക്ക് ഹെൽ എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ നെതർ വേൾഡ് എന്നും മലയാളത്തിൽ പാതാളമെന്നും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് മറ്റൊരു സ്ഥലമാണ്. അതായത് സ്വർഗത്തിന് യോഗ്യരല്ലാത്ത ആത്മാക്കളെ വിധിദിനം വരെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. അതിന് സഭ നൽകിയിരിക്കുന്ന പേരാണ് ശുദ്ധീകരണ സ്ഥലം എന്നുള്ളത്, പൾഗേറ്ററി. ലൂക്കായുടെ സുവിശേഷം 12:58 ഇങ്ങനെ പറയുന്നു, നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ പക്കലേക്ക് പോകുമ്പോൾ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുവിൻ, അല്ലെങ്കിൽ അവൻ നിങ്ങളെ കാരാഗൃഹപാലകന് ഏൽപ്പിച്ചു കൊടുക്കുകയും നീ തടവിലാക്കപ്പെടുകയും ചെയ്യും. അവസാനത്തെ തൊട്ടുപോലും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യമായും ഞാൻ പറയുന്നു. ഈശോ പറഞ്ഞ വാക്ക. അത് ഏതാണ് ഈ കാരാഗൃഹം? അതാണ് ശുദ്ധീകരണ സ്ഥലം എന്നും പാതാളം എന്നും ഒക്കെ വിളിക്കപ്പെടുന്ന സ്ഥലം. അവിടെ ഈശോ പറഞ്ഞു, അവസാനത്തെ തൊട്ടുപോലും കൊടുത്തു വീട്ടുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന്. അപ്പോൾ അവിടെ കൊടുത്തു വീട്ടാനുള്ള, പരിഹാരം ചെയ്യാനുള്ള ഒരവസരമുണ്ട്. പക്ഷെ ആര് പരിഹാരം ചെയ്യും? ഞാനൊക്കെ കഴിഞ്ഞ ദിവസവും എൻ്റെ അമ്മയുടെ 30ാം ചരമവാർഷികത്തിലും കുർബാന ചെല്ലിക്കുകയുണ്ടായി. പക്ഷെ നമ്മുടെയൊക്കെ മക്കള് എത്ര വർഷം നമുക്ക് വേണ്ടി ഓർക്കും, കുർബാന ചെല്ലിക്കും? അതിനുള്ള വിശ്വാസം നമ്മൾ അവർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ? പത്രോസ്ലീഹ തൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 19-20 വചനങ്ങളിൽ പറയുന്നു, യേശു ആത്മാവോടുകൂടെ പാതാളത്തിലേക്ക് ഇറങ്ങി ബന്ധനസ്ഥരായ ആത്മാക്കളോട് സുവിശേഷം പ്രസംഗിച്ച് അവരെ അവിടെ നിന്ന് മോചിപ്പിച്ചു. വീണ്ടും അവിടെ ഈ പാതാളത്തെക്കുറിച്ച് പത്രോസ്ലീഹായും പറയുന്നുണ്ട്. ആ ആത്മാക്കള് നോഹയുടെ കാലത്ത് പെട്ടകം പണിയുമ്പോൾ അനുസരണക്കേട് കാണിച്ച ആത്മാക്കളായിരുന്നു. അവരെ ഈശോ പാതാളത്തിലേക്ക് ഇറങ്ങി, ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഇറങ്ങി സുവിശേഷം പ്രസംഗിച്ച് അവരെ മോചിപ്പിച്ചു. ഇനി ഇതിന് ചില എക്സംഷൻസ് ഉണ്ടാകാം. ഒന്നാമതായിട്ട് പരിശുദ്ധ മറിയം തന്നെയാണ്. വിശുദ്ധ മറിയം ആത്മാവോടും മാത്രമല്ല ശരീരത്തോടും കൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ ഏലിയ പ്രവാചകനെ കുറിച്ച് അവനെ അഗ്നിരഥങ്ങളിൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്ന ഹാനോക്കിനെ കുറിച്ച് പറയുന്നു, അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. നമ്മൾ സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ചവര് അവരൊക്കെ ഇതിൻ്റെ എക്സംഷൻസ് ആണ്. പക്ഷെ ജനറലി ഇങ്ങനെയാണ്. സ്വർഗത്തിന് യോഗ്യരായവര് ഈശോയുടെ പുനരാഗമനം വരെ അവരുടെ ആത്മാക്കള് പറുദീസയിലായിരിക്കും. അതുപോലെ സ്വർഗത്തിന് യോഗ്യരല്ലാത്തവര് അവര് ഈശോയുടെ പുനരാഗമനം വരെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കും. അവിടെയും എക്സംഷൻസ് ഉണ്ട്. മർക്കോസ് 3:28-29 വചനങ്ങളിൽ വായിക്കുന്നു, മനുഷ്യപുത്രനെതിരായ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ഈ യുഗത്തിലോ വരാനിരിക്കുന്ന യുഗത്തിലോ ക്ഷമിക്കപ്പെടുകയില്ല. അപ്പോൾ അങ്ങനെ ക്ഷമിക്കപ്പെടാത്ത പാപമാണ് എങ്കിൽ അവരെ ഇനി ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല, നരകത്തിലേക്ക് നേരിട്ട് പോകുന്ന സ്ഥിതികൾ ഉണ്ടാവും.
ഈ ഇത് നമ്മൾ ആത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ശരീരത്തെക്കുറിച്ച് സഭ പറയുന്നത്, മരിച്ചവരെല്ലാം അവൻ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രത്യാശയിൽ നിദ്ര ചെയ്യുന്നു. ഈശോയുടെ പുനരാഗമനം വരെ അവര് നിദ്ര ചെയ്യുന്ന അവസ്ഥയിലാണ്. എസെക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തതുപോലെ ഈശോയുടെ പുനരാഗമനത്തിൽ അവരുടെ അസ്ഥികളൊക്കെ എഴുന്നേറ്റ് നിൽക്കും. ആ അസ്ഥികളിലേക്ക് വീണ്ടും മാംസം വന്നു ചേരും, ത്വക്ക് വന്നു ചേരും. അങ്ങനെ ജീവനുള്ളൊരു സൈന്യം പോലെ അവരെല്ലാം എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ഈശോയുടെ പുനരാഗമനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ ഇതൊക്കെ ഒരു സത്യമാണോ മിഥ്യയാണോ എന്ന് സംശയം തോന്നാം. അതിന് ഓരോ കാലഘട്ടത്തിലും കർത്താവ് അനുഭവം തരുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരാളെ എനിക്കറിയാം. ഈ കാലഘട്ടത്തിലും അങ്ങനെ സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും ഒക്കെ കാണാനായിട്ട് സാധിച്ച വ്യക്തികൾ ഇപ്പോൾ തിരിച്ചു വന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട്. അതിൽ എനിക്ക് വളരെ അടുത്തറിയാവുന്നതാണ് ഫാദർ ജോസഫ് മണിയങ്കാട്ട്. നമുക്ക് നെറ്റിലൊന്ന് ഫാദർ ജോസഫ് മണിയങ്കാട്ടെന്ന് അടിച്ചു കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ നാട്ടിൽ വെച്ചാണ് ഈ വൈദികൻ, എൻ്റെ ഏതാണ്ട് പ്രായമാണ് ആ വൈദികൻ ഒരു വാഹനാപകടത്തിൽപ്പെട്ട് മോർച്ചറിയിൽ വരെ കൊണ്ടുപോയി മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ നിന്ന് മോർച്ചറിയിലെ അറ്റൻഡറാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ വിരലുകൾ അനങ്ങുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സമയത്ത് എന്താ സംഭവിച്ചത് എന്നുള്ളതാണ് ആ വൈദികൻ്റെ സാക്ഷ്യം. ആ വൈദികനെ കാവൽമാലാഖ ഒരു വലിയ ടണലിലൂടെ അതിവേഗത്തിൽ കൊണ്ടുപോയി സ്വർഗവും ശുദ്ധീകരണ സ്ഥലവും നരകവും എല്ലാം കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈശോ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു സാക്ഷിയാക്കി ഈ ലോകത്തിലേക്ക് വീണ്ടും അയക്കുകയാണ്. നിന്നെ ഞാൻ ഒരു വിദേശ രാജ്യത്തേക്ക് അയക്കും. അവിടുത്തെ ഭാഷ നിന്റെ അധരങ്ങളിൽ ഞാൻ വെച്ചു തരും എന്ന് പറഞ്ഞുകൊണ്ട് ആ അച്ഛൻ അന്ന് ഇന്ത്യയിൽ നിന്ന് സാക്ഷിയായി വന്നത് ഈ അമേരിക്കയിലാണ്. ഇപ്പോഴും ഈ അമേരിക്കയിലുണ്ട് ആ വൈദികൻ കണ്ട ഈ സാക്ഷ്യങ്ങൾ വിശ്വാസയോഗ്യമാണ്. അത് കേൾക്കുവാനായിട്ട് ഞാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. ഇന്ന് ലോകപ്രശസ്ത സുവിശേഷകൻ എന്നറിയപ്പെടുന്ന ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ, അദ്ദേഹവും ഏതാനും വർഷം മുമ്പ് അറബി നാട്ടിൽ പോയി സുവിശേഷമൊക്കെ പ്രസംഗിച്ച് അവിടെ ഒരു ധാരാളം ജ്ഞാനസ്നാനങ്ങളൊക്കെ നടത്തി അദ്ദേഹത്തിന് തിരിച്ചു പോരുമ്പോൾ രോഗിയായി മാറി. അങ്ങനെ ICUയിൽ വെന്റിലേറ്ററിൽ ആയിരിക്കുമ്പോൾ അച്ഛനുണ്ടായ അനുഭവം അച്ഛൻ ഇപ്പോഴും സാക്ഷ്യപ്പെടുത്തുന്നതാണ്. നമുക്കും യൂട്യൂബിലൂടെ കാണാവുന്നതാണ്. അച്ഛനെയും ഇതുപോലെ കാവൽമാലാഖ വന്ന് സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും എല്ലാം കാണിച്ചു കൊടുത്ത അനുഭവങ്ങൾ. അതുകൊണ്ട് ഇത് കേവലം ഒരു പുസ്തകത്തിൽ പണ്ടാരോ എഴുതി വെച്ച കുറേ അനുഭവങ്ങളല്ല, ഇന്നും ജീവിക്കുന്ന സത്യമാണ് എന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഈ വചനങ്ങൾ ഉപയോഗിക്കുകയാണ്. മനുഷ്യപുത്രൻ്റെ ആഗമനം എങ്ങനെയായിരിക്കുമെന്ന് ഈശോ തന്നെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-25 അധ്യായങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. 24-29 നമ്മളിങ്ങനെ കാണുന്നു, അക്കാലത്തെ പീഡനങ്ങൾക്ക് ശേഷം സൂര്യൻ ഇരുണ്ടുപോകും. അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. അവൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അവസാന വിധി അത് നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 17-24 നമ്മൾ കാണുന്നു, ആകാശത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് മിന്നൽ പിണർ പായുന്നത് പോലെ ആയിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം. അതൊരു നിമിഷാർത്ഥം കൊണ്ട് സംഭവിക്കുന്നതാണ്. നമുക്ക് ഇതാ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്ന് ആളുകൾ പറയും. പക്ഷെ നിങ്ങൾ പോകരുത്, ജാഗരൂകരായിരിക്കുവാനായിട്ട് ഈശോ അരുളി ചെയ്തു. ലൂക്കാ 21:34 മുതൽ 36 വരെ വചനങ്ങളിൽ നമ്മളിങ്ങനെ കാണുന്നു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴാതിരിക്കുകയും ചെയ്യുന്നതിന് ശ്രമിച്ചുകൊള്ളുവിൻ.
സദാ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുവിൻ. മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ള യോഗ്യത ലഭിക്കേണ്ടതിന് സദാ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുവിൻ. ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് ലൂക്കായുടെ സുവിശേഷം 21:27 നമ്മളിങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്രൻ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് നിങ്ങൾ കാണും. ഇവ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് പറയുന്നത് ആരെയും ഭയപ്പെടുത്താനല്ല, പിന്നെയോ നമ്മുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷത്തോടെ ശിരസ്സുയർത്തി സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കുവാൻ വേണ്ടിയാണ്. മത്തായി 24:13 പറയുന്നു: അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും, അവരെക്കുറിച്ചല്ല, സഹിച്ചു തന്നെ നിൽക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്. അവർ രക്ഷ പ്രാപിക്കും. വീണ്ടും മത്തായി 24:14 നമ്മൾ കാണുന്നു: ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അന്ത്യം ആഗതമാകും. അതാണ് ഏറ്റവും വലിയ ഒരടയാളമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടണം, എന്നാലേ അന്ത്യമാഗതമാകുകയുള്ളൂ. പക്ഷേ അതിന് നമ്മൾ വിചാരിക്കുന്നത് പോലെ വലിയ സമയമോ കാലമൊന്നോ ആവശ്യമില്ല. ഇപ്പോൾ ഈ ടി വിയിലൂടെയൊക്കെ വിജാതിയരുടെ പോലും ഭവനങ്ങളിൽ ഈ സുവിശേഷം എത്തുന്നുണ്ട്. എൻ്റെ വിജാതീയനായ ഒരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞത് എന്നെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ടി വി ചാനൽ മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴുണ്ട് സ്റ്റീഫൻ്റെ മുഖം കാണുന്നു, അപ്പം ഞാനത് വെച്ച് കേട്ടു എന്ന്. ഒരിക്കലും ഞാൻ വ്യക്തിയോട് സുവിശേഷം പറയാൻ ധൈര്യപ്പെടില്ലായിരുന്നു. പക്ഷേ കർത്താവ് ഒരു ദിവസം മറ്റൊരു തരത്തിലൊക്കെയാണ്. എൻ്റെ അയൽപക്കത്തുകാർ ഇപ്പോൾ ഒരു വാഹനാപകടത്തിൽപ്പെട്ടിട്ട് വെന്റിലേറ്ററിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെ ഫോണിൽ വിളിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി ഒരു ധ്യാനം കൂട്, കർത്താവ് അവരെ സുഖപ്പെടുത്തുമെന്ന്. അപ്പോൾ അവർ പറയാണ്, ഇല്ല മോന് അവിടെ ആലപ്പുഴയിൽ പോയി ധ്യാനം കൂടി എന്ന് വേണ്ടിയിട്ട് പറയുക. അപ്പോൾ അവരൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ ഇവരെല്ലാം കേൾക്കുകയാണ്. ഇത് ലോകമെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുക എന്നത് എത്ര എളുപ്പമാണെന്ന് നോക്കുക. ലോകത്തിൽ 750 കോടി ജനങ്ങളാണ് ഉള്ളത്. അതിൽ 130 കോടിയും ക്രൈസ്തവരാണ്. അപ്പോൾ ഒരു ഏകദേശ കണക്ക് കുറച്ച് ഒരു ക്രിസ്ത്യാനി 7 പേരോട് സുവിശേഷം പറഞ്ഞാൽ ലോകമെങ്ങും സുവിശേഷം എത്തി. അത് സംഭവിക്കാത്തത് നമ്മളതിന് തയ്യാറാകാത്തത് കൊണ്ടാണ്. നമ്മൾ അതിനു വേണ്ടി തയ്യാറാകണം, പ്രാർത്ഥിക്കണം. ലോകമെങ്ങും ഈ സുവിശേഷം എത്തുവാനും എല്ലാവരും വിജാതിയിലടക്കമുള്ളവർ യേശുക്രിസ്തുവിനെ അറിയുവാനും രക്ഷകനും നാഥനും ആയി സ്വീകരിക്കാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സുയർത്തി നിൽക്കാം, ജാഗരൂകരായിരിക്കാം, പ്രാർത്ഥനയിലായിരിക്കാം. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.